നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായതെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA. മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും ഇതിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ സാധിക്കില്ലെന്നും സണ്ണി ജോസഫ്. ഇടതുപക്ഷ മന്ത്രിസഭ ഉള്ളിടത്തോളം കാലം സുഭിക്ഷ കഫേ അടച്ചുപൂട്ടേണ്ടി വരില്ലെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ. കേന്ദ്രത്തിൽ നിന്നും വിഹിതം കൂടുതൽ കിട്ടാത്തതാണ് പ്രതിസന്ധി രൂക്ഷമാവാൻ കാരണമെന്നും മന്ത്രി. കണ്ണൂരിലെ കലുഷിത രാഷ്ട്രീയത്തിന്റെ ഇര ഡോക്ടർ അസ്ന പൊതുജീവിതത്തിലേക്ക്. ഡോക്ടർ അസ്നയുടെ വിവാഹം ചെറുവാഞ്ചേരി പൂവത്തൂരിലെ തരശ്ശിപ്പറമ്പത്ത് വീട്ടിൽ നടന്നു. വാർത്തകൾ വിശദമായി. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായതെന്നും മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും ഇതിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ സാധിക്കില്ലെന്നും KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്. ന്യായീകരണത്തിന്റെ വ്യഗ്രതയാണ് രക്ഷാപ്രവർത്തനം നീണ്ടുപോകാൻ ഇടയാക്കിയതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ഷാഫി പറമ്പിൽ MPയുടെ തലശ്ശേരി ഓഫീസ് ഉദ്ഘാടന വേളയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭാര്യ കുളിക്കാൻ പോയതാണ്, അതിൻ്റെ അടിയിലുണ്ടാവും എന്ന് ബിന്ദുവിൻ്റെ ഭർത്താവും പറയുമ്പോഴും മന്ത്രിമാർ രണ്ടുപേരെ എവിടെ ആരുമില്ല, എല്ലാം സേഫ്, നത്തിങ് റോങ്, എല്ലാം ഓക്കെ എന്ന അവരുടെ ന്യായീകരണത്തിൻ്റെ വ്യഗ്രതയാണ് സത്യത്തിൽ ഈ രക്ഷാപ്രവർത്തനം 2.25 മണിക്കൂർ വൈകിച്ചു. നേരത്തെ അവിടെ മണ്ണും മാറ്റി, അവിടുത്തെ കല്ലും മണ്ണും അതുപോലെ സ്ലാബൊക്കെ മാറ്റിയിരുന്നെങ്കിൽ ഇവർ ഇങ്ങനെ ശ്വാസം മുട്ടി മരിക്കുമായിരുന്നില്ല, അവരെ നേരത്തെ രക്ഷിക്കാമായിരുന്നു. മെഡിക്കൽ കോളേജിൻ്റെ ഉള്ളിലാണ് ഈ അപകടം ഉണ്ടായത്. അവർക്ക് ICUവിൽ എത്രയും പെട്ടെന്ന് ആവശ്യമായ ചികിത്സ കൊടുക്കാമായിരുന്നു. പക്ഷേ ആ ഏറ്റവും പ്രൈം ടൈം, ഏറ്റവും നിർണായകമായ സമയം വേസ്റ്റാക്കുന്നതിൽ മന്ത്രിമാരുടെ കൃത്യവിലോപമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇത് ന്യായീകരണത്തിന്റെ വ്യഗ്രതയാണ് രക്ഷാപ്രവർത്തനം നീണ്ടുപോകാൻ ഇടയാക്കിയതെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു. ധാർമ്മികവും നിയമപരമായ ഇതിന്റെ ഉത്തരവാദിത്തം മന്ത്രിമാർക്ക് മാത്രമാണ്. എത്ര തന്നെ ന്യായീകരിക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചാലും കേരള ജനത ഇത് അംഗീകരിക്കില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കുക എന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് തലശ്ശേരി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധ സമരം സംഘടിപ്പിച്ചു. തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിലാണ് ഉപരോധ സമരം നടന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് ബിന്ദു മരിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് യൂത്ത് ലീഗ് സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭം സംഘടിപ്പിച്ചത്. വിവിധ കേന്ദ്രങ്ങളിൽ യൂത്ത് ലീഗ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. തലശ്ശേരിയിൽ ജനറാശുപത്രി പരിസരത്തു നിന്നും പ്രകടനമായെത്തിയ പ്രവർത്തകർ ട്രാഫിക് പോലീസ് സ്റ്റേഷന് മുന്നിൽ റോഡ് ഉപരോധിച്ചു. ഉപരോധക്കാരെ പോലീസ് മാറ്റാൻ ശ്രമിച്ചപ്പോൾ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും നടന്നു.
ബലം പ്രയോഗിച്ചാണ് പ്രവർത്തകരെ പോലീസ് മാറ്റിയത്. തഫ്ലി മാണിയാട്ട്, ഫൈസൽ പുനത്തിൽ, ജംഷീർ മഹമ്മൂദ്, റഷീദ് തലായി, ഷാനവാസ്, റമീസ് നരസിംഹം തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇടതുപക്ഷ മന്ത്രിസഭ ഉള്ളിടത്തോളം കാലം സുഭിക്ഷ കഫേ അടച്ചുപൂട്ടേണ്ടി വരില്ലെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ. കേന്ദ്രത്തിൽ നിന്നും വിഹിതം കൂടുതൽ കിട്ടാത്തതാണ് പ്രതിസന്ധി രൂക്ഷമാവാൻ കാരണമെന്നും മന്ത്രി പറഞ്ഞു. തലശ്ശേരി സുഭിക്ഷ കഫേ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാധാരണക്കാരായ 250 പേർക്ക് ഉപയോഗിക്കാൻ പാകത്തിലാണ് സുഭിക്ഷ കഫേ ആരംഭിച്ചത്. എന്നാൽ ഇപ്പോൾ ഒരു ഹോട്ടൽ മാതൃകയിൽ 600ഓളം പേരാണ് കഫേയിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. പ്രതീക്ഷയ്ക്കപ്പുറത്തുള്ള ജനബാഹുല്യം ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണങ്ങളിൽ ഒന്നാണെന്നും മന്ത്രി പറഞ്ഞു. സുഭിക്ഷ എന്ന വാക്ക് അന്വർത്ഥമാക്കും വിധമാണ് തലശ്ശേരിയിലെ കഫേ പ്രവർത്തിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. സുഭിക്ഷ എന്ന വാക്കിൻ്റെ അത് അന്വർത്ഥമാക്കുന്ന രീതിയാണ് ഈ തലശ്ശേരി കണ്ടത്. ഇത്രയും വിപുലമായ രീതിയിലല്ല ഗവൺമെൻറ് ഉദ്ദേശിച്ചത്. ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരാൾ വന്നാൽ അവർക്കൊരു അഭയകേന്ദ്രം ഇതാണ് ഗവൺമെൻറ് കണ്ടത്. പക്ഷേ ഇതൊരു ഹോട്ടൽ മോഡലിലേക്ക് വിപുലമായി മാറിയെന്നാണ് ഇവിടെ എത്തിയപ്പോൾ ഞാനിത് ഉദ്ഘാടനം ചെയ്തത്. ഇവിടെ എത്തിയപ്പോൾ എനിക്കിപ്പോൾ ബോധ്യമാകുന്നത്. കാരണം ആളുകളെല്ലാം സ്വീകരിച്ചു, സമൂഹം ഒന്നാകെ സ്വീകരിക്കുന്ന ഒരു കടയായി മാറി. ഒരു സാധാരണ ഹോട്ടൽ എങ്ങനെയാണോ ആളുകൾ സ്വീകരിക്കുന്നത്, അതിൽ നിന്ന് എന്തൊക്കെയാണോ പ്രതീക്ഷിക്കുന്നത്, അതുപോലെ രീതിയിലേക്ക് മാറി. അപ്പോൾ സ്വാഭാവികമായും ഞാൻ ചോദിച്ചു അരിയുടെ കാര്യം. അവർക്ക് 20 ദിവസമേ നമ്മൾ കൊടുക്കുന്ന അരി ഇപ്പം കഴിയും. നമ്മളുടെ കണക്കിൽ ഇത്രയും 450, 500 എന്നുള്ളത് ഇല്ലല്ലോ. 450, 500 ആളുകൾ എന്നുള്ള എണ്ണത്തിലേക്ക് ഇവിടെ മാറിയത് ആ രീതിയിൽ നമ്മളുടെ പ്രതീക്ഷയിലുള്ളതല്ലല്ലോ. ഞാൻ ഈ പറഞ്ഞ അനുസൃതമായ ഒരു ഭക്ഷണം കഴിക്കുക എന്നുള്ള രീതിയിലുള്ളവരുടെ ഒരു കേന്ദ്രമാക്കിയാണ് ഗവൺമെൻറ് ഇതുപോലുള്ള സുഭിക്ഷ ഹോട്ടലുകൾ ആരംഭിച്ചത്. അത് നമുക്ക് ഒന്നുകൂടെ ആലോചിച്ച് ഞാൻ ഈ പറഞ്ഞ മനസ്സിലായില്ല. ഇതിപ്പോൾ ഒരു ഹോട്ടലിൻ്റെ രീതിയിലേക്ക് മാറി എല്ലാ ആളുകളും സ്വീകരിച്ച് എല്ലാ സമൂഹത്തിൻ്റെ എല്ലാ നിലയിലുള്ള ആളുകളും വന്ന് കഴിക്കുന്ന ഒരു കേന്ദ്രമായി മാറി. നമ്മൾ പ്രതീക്ഷിച്ചത് അത്രയും വലിയ വിപുലമായ നമ്പറിലേക്ക് എത്തുമെന്നല്ലല്ലോ. അത് ഇവിടെ ഒരു 200-250 മാക്സിമം പ്രതീക്ഷിച്ചത്. പക്ഷേ ഇപ്പോൾ 500-ലധികം പേരാണ്. ദിവസങ്ങൾ 650 പേരായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് മറ്റു മാർഗങ്ങൾ കൂടെ കണ്ടെത്തിയാൽ മാത്രമേ നടത്തി കൊടുക്കാൻ കഴിയൂ. എല്ലാ കേന്ദ്രങ്ങളിലും നമ്മൾ അരി കൊടുക്കുകയില്ല. എല്ലാ ആളുകൾക്കും ഈ ഹോട്ടലിനാണ് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. അവരുടെ അലോട്ട്മെൻറ്റിൻ്റെ അതിനനുസരിച്ച് മാത്രമേ വിതരണം ചെയ്യാൻ കഴിയൂ എന്നുള്ളത്. അതെല്ലാം ഗ്ലൂക്കോസിലൂടെ വിതരണം ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഞാനൊരാഴ്ച ഒരു മണി അരി കൊടുക്കാൻ കഴിയും. ഇല്ലില്ല, അത് നമ്മൾ അങ്ങനെ ഞങ്ങൾക്ക് ഉള്ളിടത്തോളം കാലം ഇത് നിലനിന്ന് പോകുക തന്നെ. ശനിയാഴ്ച ഉച്ചയോടെ കഫേയിൽ എത്തിയ മന്ത്രിയും സ്റ്റാഫ് അംഗങ്ങളും അവിടെ നിന്നും ഭക്ഷണം കഴിച്ചു. ഭക്ഷണത്തെക്കുറിച്ച് പൂർണ്ണ തൃപ്തിയാണ് മന്ത്രി രേഖപ്പെടുത്തിയത്. CPI ലോക്കൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KM ശ്രീശൻ, A വത്സലൻ, തലശ്ശേരി നഗരസഭാ കൗൺസിലർ ഭാർഗവൻ, കതിരൂർ പഞ്ചായത്ത് അംഗം A വിപിൻ, മിഥുൻ എന്നിവരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. തലശ്ശേരി സപ്ലൈകോ ഓഫീസും ഔട്ട്ലെറ്റും മന്ത്രി സന്ദർശിച്ചു. ഔട്ട്ലെറ്റിൽ എത്തിയ ഉപഭോക്താക്കളോട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വെളിച്ചെണ്ണ എത്രയും വേഗം എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. രാഷ്ട്രീയ കലുഷിതമായ കണ്ണൂരിലെ അതിജീവന കഥയുടെ പേരാണ് ബോംബാക്രമണത്തിൽ ഒരു കാൽ നഷ്ടപ്പെട്ട ചെറുവാഞ്ചേരി സ്വദേശി അസ്ന. 5-ാം വയസ്സിലെ നഷ്ടത്തിൽ നിന്ന് പഠിച്ച് ഡോക്ടറായ അസ്ന പുതുജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ചെറുവാഞ്ചേരി പൂവത്തൂരിലെ തരശ്ശിപ്പറമ്പത്ത് വീട്ടിൽ ഡോക്ടർ അസ്നയുടെ വിവാഹ വാർത്ത കാണാം. വീട്ടുവളപ്പിൽ ഒരുക്കിയ പന്തലിൽ വരൻ ആലക്കോട് അരങ്ങംവാഴ സ്വദേശിയും ഷാർജയിലെ എഞ്ചിനീയറുമായ നിഖിലിന്റെ കൈപിടിച്ചാണ് ഡോക്ടർ അസ്ന ജീവിതത്തിലെ ഇരുണ്ട കാലത്തെ പിന്നിലാക്കി പുതു ജീവിതത്തിലേക്ക് കടന്നത്.
രാഷ്ട്രീയ സംഘർഷത്തിൽ കുട്ടിക്കാലത്ത് വലതുകാൽ നഷ്ടപ്പെട്ട അസ്ന അതിജീവനത്തിലൂടെ മുന്നേറിയാണ് ഡോക്ടറുടെ പടവുകൾ കീഴടക്കിയത്. 2000 സെപ്റ്റംബർ 27 തദ്ദേശ തെരഞ്ഞെടുപ്പിനിടെ നടന്ന രാഷ്ട്രീയ സംഘർഷത്തിന്റെ ഇരയാണ് അസ്ന. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനിടെയുണ്ടായ രാഷ്ട്രീയ സംഘർഷത്തിൽ എറിഞ്ഞ ബോംബുകളിൽ ഒന്ന് വന്ന് പതിച്ചത് വീട്ടുമുറ്റത്ത് കളിക്കുകയായിരുന്ന അസ്നയ്ക്ക് നേരെ. മാതാവ് ശാന്തയ്ക്കും സഹോദരനും അപകടത്തിൽ പരിക്കേറ്റു. അന്ന് 6 വയസ്സായിരുന്നു അസ്നയുടെ പ്രായം. ബോംബേറിൽ അസ്നയുടെ വലതുകാലിന് ഗുരുതരമായി പരിക്കേറ്റു. ചികിത്സയ്ക്കിടെ മുട്ടിനു കീഴെ വെച്ച് കാൽ മുറിച്ചു മാറ്റി. പിന്നീട് കൃത്രിമ കാലുമായി വിധിക്കു മുന്നിൽ പകച്ചു നിൽക്കാതെ നിശ്ചയദാർഢ്യത്തോടെ അസ്ന വിജയത്തിന്റെ പടികൾ ഓരോന്നായി ചവിട്ടി കയറി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും 2013 MBBS നേടി. ഇതിനിടെ സ്വന്തം പഞ്ചായത്തിലെ ആരോഗ്യ കേന്ദ്രത്തിലും ഡോക്ടറായി സേവനം അനുഷ്ഠിച്ചു. ഇപ്പോൾ വടകരയിലെ ക്ലിനിക്കിൽ ഡോക്ടറാണ് അസ്ന. മാതാവ് ശാന്തയ്ക്കും സഹോദരൻ ആനന്ദിനും ഒപ്പമാണ് അസ്നയുടെ താമസം. അക്രമം നടന്ന കാലം മുതൽ നാടൊന്നാകെയാണ് അസ്നയെ ചേർത്ത് പിടിച്ചത്. ആ കരുതലിന്റെ തണലിൽ വളർന്ന അസ്ന ഇന്ന് ഏവരുടെയും മുറിവുണക്കുന്ന ഡോക്ടർ ആയതിനു പിന്നിൽ നാട്ടുകാരുടെ ആ ചേർത്ത് പിടിക്കൽ കൂടിയുണ്ട്. അസ്നയുടെ വിവാഹവും നാട് ഉത്സവമാക്കി മാറ്റി. കണ്ണൂരിന്റെ അക്രമ രാഷ്ട്രീയത്തിൽ അയവ് വന്നതിൽ അസ്നയ്ക്ക് പറ്റിയ അപകടവും ഒരു കാരണമായിരുന്നു. ഏറ്റവും സന്തോഷകരമായ ചടങ്ങിനാണ് സാക്ഷ്യം വഹിച്ചതെന്ന് MK രാഘവൻ MP പറഞ്ഞു. ഏറ്റവും സന്തോഷകരമായ ഒരു ചടങ്ങിനാണ് നമ്മളെല്ലാം സാക്ഷ്യം വഹിച്ചത്. അസ്ന ഡോക്ടറായി മാറി. ആ ഒരു കഴിഞ്ഞ കാലഘട്ടം നമുക്കെല്ലാം ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല. കാരണം ഒരു തെരഞ്ഞെടുപ്പ് ദിവസമാണ് ബോംബേറ് കൊണ്ട് കാല് നഷ്ടപ്പെടുന്നത്. അതിനുശേഷം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഈ ഇരിക്കുന്ന ഞങ്ങളെല്ലാം കൂടിയാണ് വീട്ടിലെത്തിച്ചത്. അതിനുശേഷമാണ് ഈ വീട് നിർമ്മാണം എല്ലാവരും ഏറ്റെടുത്ത് എല്ലാവരും പൂർത്തിയാക്കിയത്. ഏതായാലും അസ്ന ഡോക്ടറായി എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ്. മെഡിക്കൽ കോളേജിൽ പഠിക്കുമ്പോൾ അസ്നക്ക് നടന്നു കയറാൻ കഴിയില്ലായിരുന്നു. അങ്ങനെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നു. അന്ന് ഉമ്മൻചാണ്ടിയോട് പറഞ്ഞാണ് അസ്നക്കൊണ്ട് ലിഫ്റ്റ് അവിടെ സ്ഥാപിച്ചത്. അപ്പോൾ ഏതായാലും ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നത് വലിയ കാര്യമായി ഞാൻ കാണുകയാണ്. ഡോക്ടർ അസ്നക്കും കുടുംബത്തിനും നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ, ജീവിത വിജയം നേടാൻ കഴിയട്ടെ, അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. CPIM നേതാവ് P ജയരാജൻ, KK ശൈലജ ടീച്ചർ MLA, കോൺഗ്രസ് നേതാക്കളായ ഷാഫി പറമ്പിൽ MP, DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്, AICC അംഗം VA നാരായണൻ, KPCC അംഗങ്ങളായ സജീവ് മറോളി, V സുരേന്ദ്രൻ, കണ്ണൂർ കോർപ്പറേഷൻ മുൻ മേയർ TO മോഹനൻ, സുരേഷ് ബാബു എളയാവൂർ, MP പ്രമോദ്, K രമേശൻ, DCC സെക്രട്ടറിമാരായ സന്തോഷ് കണ്ണമ്പള്ളി, ഹരിദാസ് മൊഗേരി, കൂത്തുപറമ്പ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ലോഹിതാക്ഷൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശ്രീജ മഠത്തിൽ ഉൾപ്പെടെയുള്ളവർ വിവാഹത്തിൽ പങ്കെടുക്കാനായി എത്തിയിരുന്നു. വടകര ലോക്സഭാ MP ഷാഫി പറമ്പിലിന്റെ ഓഫീസ് തലശ്ശേരിയിൽ പ്രവർത്തനം തുടങ്ങി. തലശ്ശേരി പഴയ സ്റ്റാൻഡിൽ KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് വടകര MP ഷാഫി പറമ്പിൽ തലശ്ശേരിയിൽ ക്യാമ്പ് ഓഫീസ് തുറന്നത്. ക്യാമ്പ് ഓഫീസിന്റെ ഉദ്ഘാടനം തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിൽ KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് അക്ഷീണം പ്രയത്നിക്കുന്ന ജനപ്രതിനിധിയാണ് ഷാഫി പറമ്പിലെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു. N മഹമ്മൂദ് അധ്യക്ഷനായി. കണ്ണൂർ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, AICC മെമ്പർ VA നാരായണൻ, അഡ്വക്കേറ്റ് K ലത്തീഫ്, PT മാത്യു, MP അരവിന്ദാക്ഷൻ, V സുരേന്ദ്ര മാസ്റ്റർ, കാട്ടൂർ മഹമ്മൂദ് തുടങ്ങിയവർ സംസാരിച്ചു. ഷാഫി പറമ്പിൽ മറുപടി പ്രസംഗം നടത്തി. അദ്ദേഹം പറഞ്ഞ ഞാൻ അറിയിക്കുന്നതിലപ്പുറമുള്ള നല്ല വാക്കുകൾ, തീർച്ചയായിട്ടും അത് ഒരു അംഗീകാരം എന്നതിനപ്പുറത്തേക്ക് അതൊരു ഉത്തരവാദിത്തമാണ്. കുറച്ചുകൂടെ ജോലി ചെയ്യാനുള്ള പ്രചോദനമാണ് ആ വാക്കുകളെന്ന കാര്യത്തിൽ സംശയം വേണ്ട. വളരെ തിരക്കിട്ട ഈ പരിപാടികൾക്കിടയിലും ഇതിനുവേണ്ടി സമയം കണ്ടെത്തിവിടെ വന്ന KPCC പ്രസിഡന്റ് വടകര പാർലമെന്റ് മണ്ഡലത്തിലെ തലശ്ശേരി കുത്തോർന്ന് നിയോജകമണ്ഡലങ്ങളിലെ ജനങ്ങളുടെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. മീറ്റിംഗിൽ പറഞ്ഞതിൻ്റെ ഒരു ഫോളോ അപ്പ് എന്നുള്ള നിലയ്ക്ക് കർണാടക ഗവൺമെൻറ്റുമായി തലശ്ശേരി മൈസൂർ റെയിൽപാതയുടെ കാര്യത്തിൽ ഒരു അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്യാം എന്നുള്ളത് ഇന്നലെ മുഖ്യമന്ത്രി മീറ്റിംഗിൽ സമ്മതിച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ തുടർന്ന് ഫോളോ അപ്പ് ചെയ്യാം, ബാക്കി കാര്യങ്ങൾ അറിയിക്കാം.
തലശ്ശേരി ഏരിയ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ CITU അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കളിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് ചെങ്കുടി കണ്ണൻ പുഞ്ചയിൽ നാണു എൻഡോമെന്റുകൾ സമ്മാനിച്ചു. നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AM ഷംസീർ ഉദ്ഘാടനവും എൻഡോമെന്റ് വിതരണവും നിർവഹിച്ചു. തലശ്ശേരി ഏരിയ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള എൻഡോമെന്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം സ്പീക്കർ അഡ്വക്കേറ്റ് M ഷംസീർ നിർവഹിച്ചു. ചിലർ BSc പരമ്പരാഗതമായ കെമിസ്ട്രി, ഫിസിക്സ്, മാത്തമാറ്റിക്സ്, സുവോളജി, ബോട്ടണി തുടങ്ങിയ സബ്ജക്റ്റുകൾ പഠിക്കാൻ പോകും. ഇതിൻ്റെയൊക്കെ പ്രത്യേകത 1-ാം വർഷവും 2-ാം വർഷവും മാത്രമേ ഈ മലയാളം ഇംഗ്ലീഷൊക്കെ ഉണ്ടാവും. ഫൈനൽ ഇയർ ആകുമ്പോൾ പൂർണ്ണമായും ആ സബ്ജക്റ്റിൽ മാത്രമാണ് കേന്ദ്രീകരിക്കുന്നത്. ചിലർ മെഡിസിൻ പഠിക്കാൻ പോകും, ചിലർ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോകും. ഇങ്ങനെ ഒരു ജീവിതത്തിൽ ഒരു കുട്ടിയുടെ ടേണിംഗ് പോയിൻ്റാണ് +2. 10ാം ക്ലാസ് അവൻ ആദ്യം എഴുതുന്ന പൊതുപരീക്ഷയും. 10ാം ക്ലാസ്സിലാണെങ്കിൽ എല്ലാം ഗ്രേഡാണ്, എല്ലാം A+ അടിസ്ഥാനപ്പെടുത്തിയാണ്. +2-ലാകുമ്പോൾ മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തി 1200 മാർക്കാണ്. 1200 മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് മാർക്ക് നിശ്ചയിക്കുന്നത്. നമ്മൾ കാണേണ്ട കാര്യം മികച്ച നിലയിൽ പഠിച്ചു മുന്നേറിയാൽ മാത്രമേ ഉന്നത വിജയത്തിന് പോകാൻ സാധിക്കൂ, ഉന്നത പഠനത്തിന് പോകാൻ സാധിക്കൂ. ഇപ്പം ഞാൻ ഒരു ഡിഗ്രിക്ക് സയൻസ് ആയിരുന്നു, ബയോളജി ആയിരുന്നു എൻ്റെ ഒരു ഡിഗ്രി. SSLCക്ക് മികച്ച മാർക്കൊക്കെ വാങ്ങിച്ചു. +2-ൽ സയൻസ്, ഒരു ഡിഗ്രിക്ക് സയൻസ് എടുത്തു. പക്ഷെ തകർന്നടിയും. പിന്നീട് ഞാൻ ഹ്യൂമാനിറ്റീസ് എടുത്താണ് പഠിച്ചത്. ഡിഗ്രിക്ക് ഫിലോസഫിയും PGക്ക് ആന്ത്രോപോളജി, ഒന്നും ഒരു ബന്ധവുമില്ലാത്ത സബ്ജക്റ്റാണ്. ഒരു ഡിഗ്രി ബയോളജി, ഡിഗ്രി ഫിലോസഫി, PG ആന്ത്രോപോളജി, പിന്നെ LLB, പിന്നെ LLM, ഒരു ബന്ധവുമില്ല. ഒന്ന് പഠിച്ചു. ഇന്നിപ്പോഴത്തെ സ്ഥിതി, ഇന്നിപ്പോൾ ഞങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റിന് വല്ല വിലയുള്ളൂ, ഒന്നുമില്ല. ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ആന്ത്രോപോളജി PG പഠിക്കുമ്പോൾ 6 പേരെ തിരഞ്ഞെടുക്കുക BSc പഠിച്ച ആൾക്കാരെയാണ്, 6 പേരെ തിരഞ്ഞെടുക്കുക BA പഠിച്ച ആളെയാണ്. വളരെ 12 സീറ്റാണ്, വളരെ ടൈറ്റുമാണ്. ഞാൻ 98 2000 പഠിച്ചാൽ ഇപ്പോഴോ ഇപ്പം ആന്ത്രോപോളജി പഠിക്കാൻ ആളെ കിട്ടുന്നില്ല. നമ്മുടെ റെഗുലർ ക്യാമ്പസിനകത്ത് ആളുകളുടെ എണ്ണം കുറഞ്ഞു. എന്താ, ക്യാമ്പസിനകത്തെ ഡിഗ്രിയുടെ രൂപം മാറുന്നു. ഇപ്പം ഞങ്ങളൊക്കെ ഡിഗ്രിക്ക് പഠിക്കുന്ന ഘട്ടത്തിലാണ്, പോസ്റ്റ് ഗ്രാജുവേഷൻ എത്തുമ്പോഴാണ് ഒരു പുതിയ കോഴ്സായി അവതരിപ്പിക്കപ്പെട്ടത്. എന്താ, മൈക്രോബയോളജി, ബയോടെക്നോളജി. മൈക്രോബയോളജിയും ബയോടെക്നോളജിയും സയൻസിൻ്റെ ഒരു പുതിയ അഡ്വാൻസ്ഡ് രൂപമായിട്ട് കടന്നു വന്നതാണ്. മൈക്രോബയോളജി, ബയോടെക്നോളജി. പിന്നീട് ഒരു ഘട്ടം എത്തിയപ്പം മൈക്രോബയോളജിയും ബയോടെക്നോളജിയും പോയി. ഇപ്പം എന്താ, ഇപ്പം ഡാറ്റാ സയൻസും ഫോറൻസിക് സയൻസുമാണ്. ഇപ്പം ഡാറ്റാ സയൻസ്, ഞാനിത് പ്രസംഗിക്കുന്നത് നമ്മുടെ തൊഴിലാളി സഖാക്കൾക്ക് വേണ്ടിയല്ല, എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ്, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കൂടിയാണ്. ഇപ്പം ഡാറ്റാ സയൻസും ഫോറൻസിക് സയൻസുമാണ്. ഇതിപ്പോൾ ഒരു ട്രെൻഡിങ് ആണ്. ഡാറ്റാ സയൻസ്, ഫോറൻസിക് സയൻസ്, അത് റെഗുലർ ഡിഗ്രി സയൻസായി പഠിക്കുന്ന ആൾക്കാർ. ഇനി ബിടെക്കിലേക്ക് പോകുമ്പോഴോ, ബിടെക്കിലേക്ക് പോകുമ്പോൾ അവരെല്ലാം ആഗ്രഹം, ഇപ്പം എൻ്റെ ഓഫീസിൽ സ്ഥിരം ആൾ വരും, അവർക്കൊക്കെ വേണ്ട സീറ്റ് കമ്പ്യൂട്ടർ സയൻസാണ്. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ഏറ്റവും ഡിമാൻഡഡ് ആയ ഒരു ബിടെക് സ്ട്രീമായി മാറി. ഇത് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ വിദ്യാഭ്യാസ ക്രമത്തിനകത്തുണ്ടാകുന്ന മാറ്റമാണ്. പനോളി സുരേഷ് ബാബു അധ്യക്ഷനായി. A രമേശ് ബാബു, ജാസിം T രാഘവൻ എന്നിവർ സംസാരിച്ചു. VP വിജേഷ് സ്വാഗതവും M രാജൻ നന്ദിയും പറഞ്ഞു. മയ്യഴിയിൽ സാഹിത്യോത്സവങ്ങൾ സംഘടിപ്പിക്കണമെന്നും പുതുച്ചേരിയിൽ സാഹിത്യ അക്കാദമി രൂപീകരിക്കണമെന്നും വിഖ്യാത നോവലിസ്റ്റ് M മുകുന്ദൻ. പള്ളൂർ VN പുരുഷോത്തമൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ മാസാചരണത്തോട് അനുബന്ധിച്ച് സ്കൂൾ ഭാഷാ ക്ലബ്ബും സീഡ് ക്ലബ്ബും സംയുക്തമായി സംഘടിപ്പിച്ച ഏകദിന സാഹിത്യ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏറ്റവും ആദ്യം വായിച്ചപ്പോൾ ദുഃഖത്തെക്കുറിച്ചാണ്, വേദനകളെക്കുറിച്ചാണ്. അതാണ് ആവശ്യം.
എഴുത്തുകാരനും എഴുത്തുകാരിക്കും ആവശ്യം വേദനകളെ തിരിച്ചറിയുക എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ വേദനകളെ, അതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെയുള്ളവരാണ് വലിയ എഴുത്തുകാരാകുക. പിന്നെ നമ്മുടെ നാട്ടിൽ പൊതുവെ മാഹിയിൽ ധാരാളം എഴുതുന്നവരുണ്ട്. നമ്മുടെ ഈ സ്കൂളിൽ മാത്രമല്ല, എഴുതുന്ന ധാരാളം കുട്ടികളുണ്ട്, മുതിർന്നവരുമുണ്ട്. പക്ഷെ എന്തുകൊണ്ടും നമ്മൾ കേരളത്തിൽ കാണുന്നത് പോലെ സജീവമായിട്ടുള്ള ഏകോപിപ്പിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ കാണുന്നില്ല. അങ്ങനെ ചിതറിയ പരിപാടികളുണ്ടാകും, പല ചടങ്ങുകളും നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. പക്ഷെ സംഘടിതമായിട്ടുള്ള പ്രവർത്തനം വളരെ കുറവാണ്. ഞാനീട് നമ്മുടെ പുതുശ്ശേരി ഗവർണറെ കണ്ടു. അദ്ദേഹം മലയാളിയാണ്. പിന്നെ കൈലാസനാഥൻ, ബഹുമാനപ്പെട്ട ഗവർണർ കൈലാസനാഥൻ, അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാനതിനെക്കുറിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്തുകൊണ്ട് മലയാളിയിൽ ഒരു സാഹിത്യോത്സവം നടത്തിക്കൂടാനും. എല്ലായിടത്തും സാഹിത്യോത്സവങ്ങളുണ്ട്. വടകരയുണ്ട്, കടത്താനാട് സാഹിത്യോത്സവം, കണ്ണൂരിലുണ്ട്, കോഴിക്കോട്ടുണ്ട്, കോട്ടയത്തുണ്ട്. കേരളത്തിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഓരോ ചെറിയ പ്രദേശങ്ങളും ഗ്രാമങ്ങളിൽ പോലും സാഹിത്യോത്സവങ്ങളുണ്ട്. നമുക്കതില്ല. അപ്പൊ അങ്ങനെ ഗവർണർ പറഞ്ഞു, ഒന്നാന്തരായില്ല, ഞാനത് നടത്തും. സന്തോഷം. കുട്ടികളിൽ അക്ഷരസ്നേഹം വളർത്താൻ നമുക്കാവണമെന്നും നല്ല വായനക്കാരന് മാത്രമേ നല്ല എഴുത്തുകാരനാവാൻ കഴിയുകയുള്ളൂവെന്നും എം മുകുന്ദൻ പറഞ്ഞു. വള്ളൂർ VN പുരുഷോത്തമൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ മാസാചരണത്തോടനുബന്ധിച്ച് സ്കൂൾ ഭാഷാ ക്ലബ്ബും സീഡ് ക്ലബ്ബും സംയുക്തമായി സംഘടിപ്പിച്ച ഏകദിന സാഹിത്യ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഥാകൃത്തും നോവലിസ്റ്റും പരിസ്ഥിതി പ്രവർത്തകനുമായ അംബിക സുധൻ മാങ്ങാട് മുഖ്യാതിഥിയായി. വൈസ് പ്രിൻസിപ്പൽ K പ്രേമാനന്ദൻ അധ്യക്ഷനായി. മാഹി വിദ്യാഭ്യാസ വകുപ്പ് മേലധ്യക്ഷ MM തനൂജ മുഖ്യപ്രഭാഷണം നടത്തി. പിന്നണി ഗായകൻ M മുസ്തഫ മാസ്റ്റർ സംസാരിച്ചു. ക്യാമ്പ് ഡയറക്ടർ KK സ്നേഹപ്രഭ സ്വാഗതവും സീനിയർ അധ്യാപിക MK ബീന നന്ദിയും പറഞ്ഞു. തുടർന്ന് വേണുദാസ് മൊഗേരി, C നിഷാറാണി എന്നിവരുടെ നേതൃത്വത്തിൽ സാഹിത്യ ക്യാമ്പും നടന്നു. അദ്ദേഹത്തിന്റെ പ്രിയ ശിഷ്യയോടെയാണ് സ്വപ്ന ടീച്ചർ. ക്യാമ്പ് ലീഡ് ചെയ്യുന്ന നിഷാറാണി ടീച്ചറെ വേദിയിൽ ആദരിക്കുന്നത്. തലശ്ശേരി പ്രസ് ഫോറവും പത്രാധിപർ EK നായനാർ സ്മാരക ലൈബ്രറിയും മേരിമാത ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ഏർപ്പെടുത്തിയ ഡോക്ടർ ഹെർമൻ ഗുണ്ടറ്റ് സ്മാരക പത്രപ്രവർത്തക അവാർഡ് സമ്മാനിച്ചു. തലശ്ശേരി പ്രസ് ഫോറം ഹാളിൽ നടന്ന പരിപാടിയോടനുബന്ധിച്ച് അനുമോദനവും ആദര സമ്മേളനവും നടന്നു. തലശ്ശേരി പ്രസ് ഫോറവും പത്രാധിപർ EK നായനാർ സ്മാരക ലൈബ്രറിയും തലശ്ശേരി മേരിമാത ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ഏർപ്പെടുത്തിയ ഡോക്ടർ ഹെർമൻ ഗുണ്ടറ്റ് സ്മാരക പത്രപ്രവർത്തക അവാർഡ് സമർപ്പണം നടന്നു. തലശ്ശേരി പ്രസ് ഫോറം ഹാളിൽ നഗരസഭാ ചെയർപേഴ്സൺ KM ജമുനാറാണി ടീച്ചർ പുരസ്കാര സമർപ്പണം നടത്തി. മാതൃഭൂമി കരിവള്ളൂർ ലേഖകൻ AV ഗിരീശനാണ് പുരസ്കാരത്തിന് അർഹനായത്. അത് കഴിഞ്ഞ് ക്യാഷ് അവാർഡ് 10,000 rupees ആണ്. അത് കഴിഞ്ഞ് ഈ എളിയവന്റെ ചെറിയ പുസ്തകം. എല്ലാവരും ഒന്ന് കൈയടിച്ചൂടെ? ഓക്കെ. മുതിർന്ന മാധ്യമപ്രവർത്തകൻ പൊന്നം കൃഷ്ണനെയും ചടങ്ങിൽ ആദരിച്ചു. SSLC, +2 ബിരുദ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ മാധ്യമപ്രവർത്തകരുടെ മക്കളെയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. പിന്നെ ഇവിടെ പഠിക്കുന്ന കുട്ടികളെല്ലാവരും അവാർഡ് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ പഠിക്കുന്ന കുട്ടികളോട് പലവിധ ഉപദേശങ്ങൾ അത് ഇതൊക്കെ കൊടുക്കും. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളെ മനസ്സിലാക്കാനും അവരോടൊപ്പം സഞ്ചരിക്കാനും കഴിഞ്ഞാൽ തന്നെ അത് ഏറ്റവും വലിയ അവാർഡാണ്. അപ്പോൾ പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് തൊട്ടയൽ വീട്ടിൽ താമസിക്കുന്ന ആളുകളെ കുറിച്ച് അറിയാനുള്ള സാധ്യത വളരെ കുറവാണ്. അവിടെ ആരാ എന്താണെന്നും അറിയില്ല. അതായിരുന്നില്ല പണ്ട് കാലത്ത്. നല്ല സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി ആനുകാലിക കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടാണ് നമ്മളൊക്കെ ജീവിച്ചിരുന്നത്, നമ്മുടെയൊക്കെ ഒരു കാലഘട്ടം. പക്ഷെ ഇന്നതൊക്കെ മാറി എല്ലാവരും ഗേറ്റും വാതിലെല്ലാവർക്കും നമ്മൾ സുഖമായിട്ട് അതങ്ങോട്ട് അടക്കും. അതിനപ്പുറത്തേക്ക് എന്ത് സംഭവിച്ചാലും നമ്മൾ അറിയില്ല എന്നുള്ളൊരു ചിന്താഗതിയാണ്. പക്ഷെ അതെല്ലാം കുറച്ച് മാറി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട, ഇവിടെ ഇപ്പോൾ അനീഷ് പാതിരിയാട് വളരെ ബൃഹത്തായ ഒരു ഗ്രന്ഥം എഴുതി. അതായത് തലശ്ശേരിയിൽ ജീവിക്കുമ്പോൾ, തലശ്ശേരിയിലെ പ്രസ് ഫോറത്തിൽ പണിയെടുക്കുമ്പോൾ ഹെർമൻ ഗുണ്ടറ്റിനെ കുറിച്ച് ഒരു പുസ്തകം എഴുതിയില്ല, മോശമായി പോകുമെന്ന് മനസ്സിലായി. മൂപ്പര് ഒരു പുസ്തകം എഴുതി, നല്ല പുസ്തകം. ഏറ്റവും നന്നായിട്ട് നമുക്ക് ഹെർമൻ ഗുണ്ടറ്റിനെ
മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു പുസ്തകമാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രസിഡന്റ് ഉടനെ ഒരു പുസ്തകം എഴുതി, ആ താലിമാല തേടി ആരും വന്നില്ല. അതും നമുക്ക്, അതായത് കഴിഞ്ഞു പോയ ഒരു രാഷ്ട്രീയ കാലഘട്ടത്തിന്റെ എല്ലാ ചൂടോടെയും ചൂരോടെയാണ് ആ പുസ്തകം രചിച്ചിട്ടുള്ളത്. അത് കൊണ്ടുപോയിട്ട് അന്ന് തന്നെ ഞാൻ വായിച്ചു തീർത്തു എന്നുള്ളതാണ് ആ രാത്രി ഉറക്കമൊഴിച്ചിട്ട്. അപ്പൊ അതൊരു ആകാംക്ഷ നിർത്തുന്ന ഒരു നോവൽ തന്നെയായിരുന്നു. അപ്പൊ ഇത്തരത്തില് ഇവർക്കൊക്കെ ഇങ്ങനെ സാധിക്കുമെങ്കിൽ, ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അവർ കുറച്ച് കാണുകയല്ല, അവരൊക്കെ ഇങ്ങനെ ഇതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളോട് എന്താ ചെയ്യേണ്ടത്? മറ്റെല്ലാം മാറ്റി വെച്ചിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനം ഫോണാണ്. അതിനെ അല്പസമയത്തേക്ക് മാറ്റിവെച്ച് ആവശ്യത്തിന് മാത്രം ഉപകരിക്കുക, എന്നിട്ട് നമ്മൾ പുസ്തകങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുക. പ്രസ് ഫോറം പ്രസിഡന്റ് നവാസ് മേത്താർ അധ്യക്ഷനായി. സെക്രട്ടറി അനീഷ് പാതിരിയാട് സ്വാഗതം പറഞ്ഞു. പത്രാധിപർ EK നായർ സ്മാരക ലൈബ്രറി സെക്രട്ടറി P ദിനേശൻ ആമുഖ പ്രഭാഷണം നടത്തി. കണ്ണൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം C സോമൻ, പാലിയാട് രവി, N സിറാജുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. പുരസ്കാര ജേതാവ് AV ഗിരീശൻ മറുപടി പ്രസംഗം നടത്തി. ഇനിയൊരു ഇടവേള. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ. BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BSW, BSc ഡാറ്റ സയൻസ്, BSc സൈക്കോളജി, MBA, MCA കൂടാതെ CMA, CAT, ലോജിസ്റ്റിക്സ്, സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്, ഏവിയേഷൻ എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്നതുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. പ്രൊഫഷണൽ ഡിഗ്രിയാണോ നിങ്ങളുടെ സ്വപ്നം? എങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജുകളിൽ BBA റിസൾട്ടിൽ 3ാം സ്ഥാനവും BComൽ 7ാം സ്ഥാനവും ലഭിച്ച ടിയാസ് കോളേജിൽ പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. കോഴ്സസ് ഓഫേർഡ്: BBA, BCom Finance, BCom Corporation, BA English. Newly added courses: BCA, BCom Logistics. Add-on courses: ACCA, Aviation and Logistics, Artificial Intelligence and Machine Learning, Cloud Computing and Data Science, Ethical Hacking and Cyber Security. Tellicherry Institute of Advanced Studies, Arts and Science College, affiliated to Kannur University and approved by Government of Kerala. Kundurmala, West Punyam, Talasheri. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യ. പുതുതലമുറയിൽ ആരോഗ്യമാണ് സമ്പത്ത് എന്ന ബോധം വളർത്തിയെടുക്കാം ആയോധന കലയായ കരാത്തയിലൂടെ. സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യ മഹത്തായ 38ാം വർഷത്തിലേക്ക്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ, മാഹി. വിദേശ രാജ്യങ്ങളായ ഖത്തർ ആൻഡ് UAE. ഇന്റർനാഷണൽ ഒളിമ്പിക് അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷൻ അംഗീകൃത കോച്ചും ജപ്പാന്റെ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റും കരസ്ഥമാക്കിയ സെൻസൈ വിനോദ് കുമാറിന്റെ ശിക്ഷണത്തിൽ ക്ലാസുകൾ നടന്നുവരുന്നു. Invest in paces that make you feel like the masterpiece you are. Planeta,
Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്കിരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803, 9497360333. मेरे नैनों में रहना सजना, इन पलकों पर रहना सजना, मेरा हार श्रृंगार तुम ही सजना. Family Wedding Center, the beginning of forever. കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ, കണ്ണൂർ. വാർത്തയിലേക്ക്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ന്യൂമാഹി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ന്യൂമാഹി ടൗണിൽ ബഹുജന പ്രതിഷേധ ധർണ നടത്തി. ധർണ KPCC അംഗം ഐ മൂസ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കുക, റോഡുകൾ അടിയന്തരമായി ഗതാഗത യോഗ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചും പഞ്ചായത്ത് ദുർഭരണത്തിനെതിരെയുമാണ് ന്യൂമാഹി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ന്യൂമാഹി ടൗണിൽ ബഹുജന പ്രതിഷേധ ധർണ നടത്തിയത്. KPCC അംഗം ഐ മൂസ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിൽ ഒരു പ്രദേശത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിൽ ആ പ്രദേശത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്വം എത്ര വലുതാണ് എന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ നാട്ടിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങൾ, അടിസ്ഥാന മേഖലയിൽ വരുത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നടപടികൾ, ഇതൊക്കെ നാട്ടിൽ നടപ്പിലാക്കാൻ ബാധ്യതപ്പെട്ടവരാണ് പഞ്ചായത്ത്, മുനിസിപ്പൽ ഭരണാധികാരി. പക്ഷേ കഴിഞ്ഞ 3 ദശകത്തിലേറെയായി ഈ പഞ്ചായത്ത് ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ നാട്ടിലെ ജനങ്ങളോട് ചെയ്യുന്ന ദ്രോഹം എത്ര വലുതാണ് എന്നത് ഈ നാട്ടിലൂടെ സഞ്ചരിക്കുന്ന സാധാരണ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. ശശിധരൻ മാസ്റ്റർ അധ്യക്ഷനായി. കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം VC പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. മുതിർന്ന കോൺഗ്രസ് നേതാവ് CV രാജൻ പെരിങ്ങാടി, UDF പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ അസ്ലം TH, മണ്ഡലം പ്രസിഡന്റ് VK അനീഷ് ബാബു, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PK സുനിത, C സത്യാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. കരിമ്പിൽ അശോകൻ, MK പവിത്രൻ, K ശിവരാജൻ, പ്രസൂൺ കുമാർ, CT ശശീന്ദ്രൻ, UK ഗ്രീജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. തലശ്ശേരി കാർഷിക വികസന ബാങ്കിന്റെ നേതൃത്വത്തിൽ ബാങ്ക് ഹെഡ് ഓഫീസിൽ മട്ടുപ്പാവ് കൃഷിയുടെ 4ാം ഘട്ടത്തിന്റെ ഭാഗമായി ചെണ്ടുമല്ലി കൃഷിക്ക് തുടക്കമായി. തലശ്ശേരി പോലീസ് ഇൻസ്പെക്ടർ TV ബിജുപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ ഹെഡ് ഓഫീസിലാണ് മട്ടുപ്പാവിൽ കൃഷി ആരംഭിച്ചത്. മണ്ണിലൊരു തളിര്
മനസ്സിനൊരു കുളിര് എന്ന പ്രമേയത്തോടെയാണ് ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചത്. 4ാം ഘട്ട മട്ടുപ്പാവ് കൃഷിയുടെ ഭാഗമായാണ് ഇത്തവണയും ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചത്. തലശ്ശേരി പോലീസ് ഇൻസ്പെക്ടർ TV ബിജുപ്രകാശ് ചെണ്ടുമല്ലി തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. കാർഷിക വികസന രംഗത്ത് കാർഷിക വികസന ബാങ്ക് സാധാരണയായി സാമ്പത്തിക വിനിമയങ്ങളാണ് പൊതുവെ ബാങ്ക് ചെയ്യുന്നത്. എന്നാൽ അതിൽ നിന്നൊക്കെ വിഭിന്നമായി അതിൻ്റെ പേര് തന്നെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ വളരെ ഉയർന്ന നിലയിലുള്ള ഒരു ചിന്താഗതിയുടെ ഒരു ഉൽപ്പന്നം എന്ന നിലയിലാണ് ഇത്തരം ഒരു കാർഷിക രംഗത്തേക്ക് പ്രത്യേകിച്ച് മട്ടുപ്പാവ് കൃഷി. നമുക്കറിയാം, കേരളം പോലുള്ള ദൈവത്തിൻ്റെ സ്വന്തം നാടിൽ പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ച ഒരു നാടാണ് കേരളം. മറ്റ് ലോകരാജ്യങ്ങളിൽ നിന്നൊക്കെ വിഭിന്നമായി നല്ല കാലാവസ്ഥയും നല്ല ഭൂപ്രകൃതിയും നല്ല മണ്ണും ഒക്കെയുള്ള ഈ നമ്മുടെ കൊച്ചു സംസ്ഥാനത്ത് നമുക്കറിയാം, ഇന്ന് കാർഷിക രംഗത്ത് ആരും തന്നെ കടന്നു വരാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്ന ഒരു സന്ദർഭത്തിലാണ്. നമുക്കറിയാം, നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലാകെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ വയലുകളൊക്കെ കാട് പിടിച്ച് അല്ലെങ്കിൽ കള പിടിച്ച് കിടക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അതിദയനീയമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ആണ് നമ്മൾ ഇത്തരം ഒരു മട്ടുപ്പാവ് കൃഷി, അതും ബാങ്ക്, ഒരു സഹകരണ സ്ഥാപനം മുന്നിട്ടിറങ്ങി ഇത്തരം ഒരു ജനങ്ങൾക്ക് ഒരു മാതൃകയാവുന്ന മാർഗദർശിയാവുന്ന ഒരു വലിയൊരു മാതൃക നിങ്ങളുടെ മുന്നിൽ ജനങ്ങളോട് നിങ്ങൾ കാട്ടിക്കൊടുക്കുന്നത് എന്നത് എന്നെ സംബന്ധിച്ച് എനിക്കൊരു അത്ഭുതം തന്നെയാണ്. അത് ഞാൻ എൻ്റെ മനസ്സിൽ കാണുന്നത്, എനിക്കറിയാം ജയൻ വളരെ മികച്ച ഒരു സംഘാടകനാണ്. ഒരു സെക്രട്ടറി എന്ന നിലയിൽ ജയൻ്റെ സംഘാടന മികവും നിങ്ങളുടെയൊക്കെ സഹകരണവും ഇതിൻ്റെ പിന്നിലുണ്ടാവും എന്നതാണ് എൻ്റെ ഒരു ചിന്ത. ബാങ്ക് പ്രസിഡന്റ് A. അശോകൻ അധ്യക്ഷനായി. ഇപ്പോൾ കേരളത്തിൽ ഒരു നല്ലൊരു സംസ്കാരം, അത്യാവശ്യം നല്ല കൃഷി, സ്വന്തമായി പ്രത്യേകിച്ച് അന്യ സംസ്ഥാനത്ത് വരുന്ന പച്ചക്കറി സാധനങ്ങൾ അത് വിഷമുള്ളതാണെന്നുള്ള തിരിച്ചറിവിൻ്റെ ഫലമായി അത്യാവശ്യം വീട്ടിലെ ഗ്രോ ബാഗ് ഉപയോഗിച്ചുകൊണ്ട് ചെറിയ ചെറിയ കൃഷി കൂട്ടായി എന്താ പറയുക, കുടുംബശ്രീ ഉൾപ്പെടെയുള്ള ഗ്രൂപ്പുകൾ നല്ല നിലക്ക് കൃഷി ചെയ്യുന്നുണ്ട്. മറ്റ് സംഘടനകൾ, സന്നദ്ധ സംഘടനകളൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് ഒരു നല്ല നിലക്കുള്ള ഇടപെടൽ കേരളത്തിൽ ഇപ്പോൾ നടന്നു വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പൂക്കൃഷി ഇപ്പോൾ തന്നെ എല്ലാ സ്ഥലത്തും നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ നോക്കുമ്പോൾ ഇതൊരു പിന്നെ ആവേശത്തോടു കൂടി ആളുകൾ, അപ്പോൾ ഇത് തുടങ്ങുന്നത് ഒരു 70 ദിവസമെങ്കിലും വേണം. സെക്രട്ടറി PB ജയൻ സ്വാഗതം പറഞ്ഞു. തലശ്ശേരി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ MR രമ്യബായി വിശിഷ്ടാതിഥിയായി. ബാങ്ക് വൈസ് പ്രസിഡന്റ് KV പവിത്രൻ, റീജിയണൽ മാനേജർ V ശ്രീകല, ഡയറക്ടർമാരായ നാണു മാസ്റ്റർ, C സജീവൻ, K ചിത്ര, ജീവനക്കാരുടെ പ്രതിനിധി K വിനോദൻ, അസിസ്റ്റന്റ് സെക്രട്ടറി CK രാജേഷ് എന്നിവർ സംസാരിച്ചു. മത്സ്യത്തൊഴിലാളികളെ അപമാനിച്ച ഫിഷറീസ് മന്ത്രി സജി ചെറിയാന്റെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് തലശ്ശേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗോപാലപേട്ട മത്സ്യഗ്രാമത്തിലാണ് പ്രതിഷേധം നടന്നത്. ഫിഷറീസ് മന്ത്രി സജി ചെറിയാന്റെ കോലം കത്തിച്ചാണ് പ്രതിഷേധിച്ചത്. പ്രതിഷേധ സമരം മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം അനസ്റ്റാലിൽ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ ചെലാനം എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെയുള്ള പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളായ ആളുകൾ നമ്മുടെ ബഹുമാന്യനായ ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ്റെ അടുത്ത് പരാതി പറയാൻ പോയപ്പോൾ അദ്ദേഹം മത്സ്യത്തൊഴിലാളികൾ താടി വെച്ച ഗുണ്ടകളാണ് എന്ന് പറഞ്ഞത് നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ കണ്ടതാണ്. നമുക്ക് ഓർമ്മ വേണം, കഴിഞ്ഞ പ്രളയകാലത്ത് ചെങ്ങന്നൂരിൽ നിന്നൊരു MLAയുടെ കരച്ചിൽ നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ കണ്ടതാണ്. ആ കരച്ചിൽ ആ നിയോജക മണ്ഡലത്തിലെ ഞങ്ങളെ രക്ഷിക്കൂ എന്ന് പറഞ്ഞപ്പോൾ കൊല്ലത്തെയും ആലപ്പുഴയുമുള്ള മത്സ്യത്തൊഴിലാളികളായ
പാവങ്ങൾ അവരാണ് കിട്ടിയ തോണികളും വള്ളവും കൊണ്ട് ചെങ്ങന്നൂർ പോലത്തെ സ്ഥലത്ത് പോയി ഈ പ്രളയബാധിതരായ ആളുകളെ സഹായിച്ചു. തലശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് സുനിൽ ദത്ത് അധ്യക്ഷനായി. PP മമ്മൂട്ടി, സിറാജു സി, വി ഷുഹൈബ്, VKV നൌഷാദ്, K നിഷാമു എന്നിവർ സംസാരിച്ചു. റിനേഷ്, അനിൽ ജോസ്, ലിജോ ജോൺ, ലളിത, ഉഷ എന്നിവർ നേതൃത്വം നൽകി. സാദിഖ് വലിയകത്ത് നന്ദി പറഞ്ഞു. ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ മികവുത്സവം പരിപാടി സംഘടിപ്പിച്ചു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ ആദരിച്ചു. തലശ്ശേരി ASP PB കിരൺ IPS മികവുത്സവം ഉദ്ഘാടനം ചെയ്തു. മികവുത്സവം പരിപാടിയുടെ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും തലശ്ശേരി ASP കിരൺ PB IPS നിർവഹിച്ചു. ഇതിലൊക്കെ ആദ്യം തന്നെ വിജയം കരസ്ഥമാക്കുന്നത് വളരെ വലിയ കാര്യമാണ്. തികച്ചും ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരിക്കും നിങ്ങളുടെ സ്കൂളിലും ഫാമിലിക്കും എല്ലാവർക്കും. കാരണം ഈ ഒരു ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ തന്നെ നിങ്ങൾ എല്ലാവരും ഗ്രേറ്റ് സക്സസ് അച്ചീവ് ചെയ്തു. അപ്പം അതിന് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിങ്ങളെല്ലാവരെയും കൺഗ്രാജുലേറ്റ് ചെയ്തു വൺസ് അഗെയിൻ. പിന്നെ നിങ്ങൾ ഇനി കരസ്ഥമാക്കിയ ഈ ഒരു വിജയം ബാക്കിയുള്ളവർക്ക് ശരിക്കും ഒരു പ്രചോദനമാണ്. പലർക്കും നിങ്ങളെ കണ്ട് നിങ്ങളെ പോലെ ഇതേപോലെ ഒരു സദസ്സിൽ, ഇതേപോലെ ഒരു വേദി, ഇതേപോലെ ഉപഹാരങ്ങൾ കരസ്ഥമാക്കാൻ, അതേപോലെ നിങ്ങളെ പോലെ നല്ല അച്ചീവ്മെന്റ്സ് കരസ്ഥമാക്കാനും ശരിക്കും അവരെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യും. നിങ്ങളുടെ റോൾ ആസ് മോട്ടിവേറ്റേഴ്സ് ഓൾസോ ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്. ഇതിനോടൊപ്പം തന്നെ എനിക്ക് 2-3 കാര്യങ്ങൾ പറയാനുള്ളത്. ഇന്ന് നമ്മൾ കരസ്ഥമാക്കിയ ഈ വിജയം വെറും ഒരു തുടക്കമാണ്. ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് മുന്നിലോട്ട് പോകാനുണ്ട്. മുന്നിലോട്ടുള്ള കടമകൾ കൂടുതൽ കഠിനമാണ്, കൂടുതൽ കഠിന പ്രയത്നങ്ങളാണ്, കൂടുതൽ നമ്മളെ ഡിസ്ട്രാക്ഷൻസ് കാത്തു നിൽക്കുന്നു. ചൊക്ലി പഞ്ചായത്ത് പ്രസിഡന്റ് CK രമ്യ ടീച്ചർ അധ്യക്ഷയായി. ഡോക്ടർ AP ശ്രീധരൻ എൻഡോമെന്റ് വിതരണം നടത്തി. RVHSS മാനേജർ K പ്രസീദ് കുമാർ, PTA പ്രസിഡന്റ് KTK പ്രദീപൻ, പ്രധാനാധ്യാപിക N സ്മിത, ഡെപ്യൂട്ടി പ്രധാനാധ്യാപകൻ ശ്രീകുമാർ, HSS സ്റ്റാഫ് സെക്രട്ടറി രജീഷ്, TP ഗിരീഷ് കുമാർ, SRG കൺവീനർ PM രജീഷ് എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ പ്രശാന്തൻ തച്ചറത്ത് സ്വാഗതവും പ്രോഗ്രാം കൺവീനർ ലിജേഷ് കുമാർ നന്ദിയും പറഞ്ഞു. വീണ്ടും ഒരിടവേള. PK In-Store, Chokli, Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണനൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം.
സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112338. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തയിലേക്ക്. ബഷീർ ദിനത്തിൽ മൊകേരി ഈസ്റ്റ് UP സ്കൂളിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി കഥവരമ്പത്ത് ശില്പശാല സംഘടിപ്പിച്ചു. റിട്ടയർഡ് ഡയറ്റ് ലെക്ചറർ ഡോക്ടർ രമേശൻ കടൂർ ക്ലാസിന് നേതൃത്വം നൽകി. ശില്പശാലയ്ക്ക് റിട്ടയർഡ് ഡയറ്റ് ലെക്ചറർ ഡോക്ടർ രമേശൻ കടൂർ നേതൃത്വം നൽകി. ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ കുട്ടി ഇതൊരിക്കലും നമ്മൾ പോലും മറക്കില്ല. അപ്പൊ അത്രയും ഭംഗിയായി ആ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. അതിലൊരു വലിയൊരു, ഞാൻ എന്റെ ക്ലാസ് എടുക്കുമ്പോൾ അതിലൊരു വലിയൊരു പെഡഗോജി ഉണ്ട് ഈ ഇമ്മിണി വലിയൊന്നിന്. അത് നമ്മുടെ ക്ലാസ് എടുക്കുമ്പോൾ പറയാം. സാധാരണ ഒന്നൊന്നും രണ്ടെന്ന് അറിയാതെ ആരുമില്ല. ബഷീറിന് അറിയാം, ബഷീറിന്റെ കഥാപാത്രങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എഴുതിയിരിക്കുന്ന എല്ലാ മക്കൾക്ക്. പക്ഷെ മാറി ചിന്തിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനം. നമ്മള് പോകുന്ന വഴിയിലേക്കൂടെ ചിന്തിക്കൽ മാത്രമല്ല പഠനം എന്ന് പറഞ്ഞത്. യഥാർത്ഥത്തിൽ മാറി ചിന്തിക്കാൻ കുട്ടിയെ പഠിപ്പിക്കുന്ന ഒരു വിഷ്വൽസ് ആണ് നമ്മളിവിടെ കണ്ടത്. അങ്ങനെ മാറി ചിന്തിക്കുക എന്നുള്ളതാണ് ഒന്നും ചേർന്നാൽ ഇമ്മിണി വലിയൊന്ന് എന്ന് ബഷീർ അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിനെ കൊണ്ട് പറയിപ്പിച്ചത്. അത് വലിയൊരു ബോധനശാസ്ത്രപരമായ ഒരു വലിയൊരു തെളിച്ചാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ പാരന്റിനും കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് പറയുന്നില്ല. ടീച്ചർക്കും അതിൽ അവതരിപ്പിച്ച കുട്ടികൾക്കും എല്ലാവർക്കും, രക്ഷിതാക്കൾക്കും, ഭാര്യ കൊടുക്കുക, അല്ലെ കുട്ടികൾക്ക് ഭക്ഷണം ഭാര്യ കൊടുക്കുന്ന ടീച്ചേഴ്സ് തന്നെ ആയിക്കോട്ടെ. അവ ടീച്ചർ പാരന്റായി മാറിയ ഒരു വലിയൊരു കാര്യമാണ് നമ്മൾ കണ്ടത്. അത് ചിലപ്പോൾ മൊകേരി സ്കൂളിലെ നടക്കുള്ളൂ. അങ്ങനെയൊക്കെ നമുക്ക് ആലോചിക്കേണ്ടി വരും. ഇപ്പൊ ബംഗറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മോനുണ്ട് ഇവിടെ. PTA പ്രസിഡന്റ് P. ബിജു അധ്യക്ഷനായി. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ K. കൃഷ്ണൻ മാസ്റ്റർ സംസാരിച്ചു. സ്കൂൾ പ്രധാനാധ്യാപകൻ സുകുമാരൻ മാസ്റ്റർ സ്വാഗതവും ശ്രേയ ടീച്ചർ നന്ദിയും പറഞ്ഞു. കുട്ടികളിൽ വായനാശീലം വളർത്തി അവരെ മികച്ച വായനക്കാരാക്കി മാറ്റുക എന്നതാണ് ശില്പശാല കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട് വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഉമ്മിണി വല്യൊന്ന് ഷോർട്ട് ഫിലിം പ്രകാശനവും നടന്നു. പൊന്നം ജോളി ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ബഷീർ ദിനം അനുസ്മരണവും ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു. C. ജലചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പൊന്നം ജോളി ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ബഷീർ ദിന അനുസ്മരണവും ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു. C. ജലചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പുസ്തകം എന്ന് പറയുന്നത് എഴുത്തുകാരന്റെ ആത്മാവാണ് എന്നാണ് പറയുന്നത്. എഴുത്തുകാരന്റെ ആത്മാവാണ് പുസ്തകം. അദ്ദേഹത്തിന് പറയാനുള്ള എല്ലാ കാര്യങ്ങളും അതിൽ അടങ്ങിയിരിക്കണം, അല്ലെ? ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാലോ, നമ്മുടെ കാലഘട്ടം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നിറഞ്ഞ, വിഷമം നിറഞ്ഞ ഒരവസ്ഥയിലൂടെ മുന്നോട്ട് പോവുകയാണ്. കാരണം പണ്ടൊക്കെ സ്നേഹത്തിന് നല്ല പ്രാധാന്യം നൽകിയിരുന്ന ഒരു തലമുറയിൽ നിന്ന് ഇപ്പോ സ്നേഹം എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ 2 അക്ഷരമായിട്ട് മാറിയിരിക്കുന്ന ഒരു പദമായിട്ട് മാറിയിരിക്കുകയാണ്, അല്ലേ? എന്ന് പറഞ്ഞാൽ പണ്ട് എല്ലാവരും ഒന്നിച്ചിരുന്ന് ഒരു ബെഞ്ചിലിരുന്ന് എല്ലാ കഥകളും പറഞ്ഞു നടന്നിരുന്ന കാലഘട്ടത്തില് ഇപ്പൊ ഒരാള് എന്തെങ്കിലും പറഞ്ഞാൽ അത് വലിയ വിവാദമായി, അടിയായി, പ്രശ്നമായി, വീട്ടുകാരുടെ വിട്ടു, നാട്ടുകാരുടെ വിട്ടു, അല്ലെ? അങ്ങനെയൊക്കെ ആയിട്ട് മാറുകയാണ്. അതിന്റെ ഒരു കാരണം നമ്മുടെ ഈ സ്നേഹവും സഹിഷ്ണുതയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. ലൈബ്രറി പ്രസിഡന്റ് MP രതീഷ് സ്വാഗതം പറഞ്ഞു. ഭാസ്കരൻ കൂരാറത്ത് അധ്യക്ഷനായി. വിപിൻ ലാൽ ക്വിസ് മത്സരം നിയന്ത്രിച്ചു. കരുൺ മാസ്റ്റർ, സുജയ തുടങ്ങിയവർ സംസാരിച്ചു. പാനൂർ ഗവൺമെന്റ് LP സ്കൂളിൽ രക്ഷാകർതൃ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ക്ലാസിന് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റും വിദ്യാഭ്യാസ വിദഗ്ധനുമായ VV റിനേഷ് മാസ്റ്റർ നേതൃത്വം നൽകി.
കുട്ടികളുടെ മനോവികാസം, പെരുമാറ്റശീലങ്ങൾ, മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും പങ്കാളിത്തം തുടങ്ങിയ വിഷയങ്ങളിൽ അറിവും ബോധവൽക്കരണവും നൽകുന്നതിനായാണ് ക്ലാസ് നടത്തിയത്. കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റും വിദ്യാഭ്യാസ വിദഗ്ധനും ആയ വി റിനേഷ് മാസ്റ്റർ നേതൃത്വം നൽകി. ശാസ്ത്രീയമായും സമകാലീനമായും അദ്ദേഹം ക്ലാസ് അവതരിപ്പിച്ചു. രക്ഷിതാക്കളുമായി സംവദിക്കുകയും ചെയ്തു. 9 മാസം 7 ദിവസം ഞാൻ പിന്നിട്ടിട്ടുണ്ട്. ഇപ്പൊ എന്റെ മോൻ 6 മുതൽ 11 വർഷത്തെ പിന്നീടാണ് ഉള്ളത്. ഇതൊന്നും നമുക്ക് വേണ്ട. ശൈശവത്തിലാണ് ഉള്ളത്. ചൈൽഡ്ഹുഡ് കഴിഞ്ഞു, ഏർലി ചൈൽഡ്ഹുഡ് കഴിഞ്ഞു. നമ്മളെ ഇതാണ് 6 ഇവിടെ ഒരു ചർച്ച ചെയ്യും. 6 കാര്യങ്ങളാണ്, 6 വികാസങ്ങളെ കുറിച്ച് സംഭവിക്കുന്നത്. 6 ഈ 6 വികാസങ്ങള് നിങ്ങളെ കുട്ടികൾക്കും നടക്കുന്നുണ്ടോ? ഒന്നാമത്തെ വികാസം എന്ന് പറയുന്നത് ശാരീരിക ചാലക വികാസം, ശരീരത്തിന്റെ വളർച്ച, പേശികളുടെ വളർച്ച. അത് നടക്കുന്നുണ്ടോ? അല്ല. അതിന്റെ 2 കാര്യമാണ്. നല്ല ഭക്ഷണം കൊടുക്കുക, പിന്നെ നല്ല വ്യായാമം കൊടുക്കുക. കുട്ടികൾക്ക് വ്യായാമം കൊടുക്കേണ്ട ആവശ്യമില്ല, മറിച്ച് എന്ത് ചെയ്താൽ മതി. പ്രധാനാധ്യാപിക KP ഗീത അധ്യക്ഷയായി. സ്റ്റാഫ് സെക്രട്ടറി PK റജുള സ്വാഗതവും SRG കൺവീനർ PB പ്രിൻസി നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായതെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA. മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും ഇതിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ സാധിക്കില്ലെന്നും സണ്ണി ജോസഫ്. ഇടതുപക്ഷ മന്ത്രിസഭ ഉള്ളിടത്തോളം കാലം സുഭിക്ഷ കഫേ അടച്ചുപൂട്ടേണ്ടി വരില്ലെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ. കേന്ദ്രത്തിൽ നിന്നും വിഹിതം കൂടുതൽ കിട്ടാത്തതാണ് പ്രതിസന്ധി രൂക്ഷമാവാൻ കാരണമെന്നും മന്ത്രി. കണ്ണൂരിലെ കലുഷിത രാഷ്ട്രീയത്തിന്റെ ഇര ഡോക്ടർ അസ്ന പുതുജീവിതത്തിലേക്ക്. ഡോക്ടർ അസ്നയുടെ വിവാഹം ചെറുവാഞ്ചേരി പൂവത്തൂരിലെ തരശ്ശിപ്പറമ്പത്ത് വീട്ടിൽ നടന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.